വിഷുവിനോടനുബന്ധിച്ച് SNDP യോഗം തിരൂർ യൂണിയൻ വട്ടപ്പാറ തിരൂർ യൂണിയൻ ഓഫീസിൽ വെച്ച് പ്രാർത്ഥനയും വിഷുക്കൈനീട്ട് വിതരണവും നടത്തി. തിരൂർ യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് സുരേഷ് പൈങ്കണ്ണൂർ അധ്യക്ഷത വഹിച്ച പരിപാടി തിരൂർ യൂണിയൻ പ്രസിഡന്റ് KR ബാലൻ ഉദ്ഘാടനം ചെയ്തു. യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ ഷിജു വൈക്കത്തൂർ, കോയമ്പത്തൂർ യൂണിയൻ പ്രസിഡന്റ് A സുജിത്ത്, ഗണപതി ശാഖാ സെക്രട്ടറി TK റിനീഷ് ബാബു, ബിന്ദു മണികണ്ഠൻ, സുന്ദരൻ വലിയകുന്ന്, ജിതേഷ് മുക്കിലപീടിക, നാരായണൻ വളാഞ്ചേരി, ശ്യാമള ശശി, സതീശൻ കാടാമ്പുഴ, മണി കാടാമ്പുഴ എന്നിവർ നേതൃത്വം നൽകി. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആളുകളും ഇതുപോലെ ഞങ്ങളുടെ എല്ലാ പ്രദേശത്തും ഈ പ്രാർത്ഥന നടത്തുന്നുണ്ട്. പ്രത്യേകമായി മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം ഇങ്ങനൊരു സംഭവം ഞങ്ങൾക്കുള്ള മുൻഗാമികൾ ചെയ്തു പോയിട്ടില്ല. അത് ഞങ്ങൾക്ക് വലിയ ഒരു നഷ്ടമായി തീർന്നു. കാരണം നമ്മൾ കാണുന്ന തൃശ്ശൂർ മുതൽ അങ്ങോട്ടേക്കുള്ള അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അമ്പലങ്ങൾ പലതും അവർ നേടാൻ കഴിയും. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒന്നുമില്ലാത്ത ഒരു വിഭാഗമായി ഞങ്ങൾ മാറിക്കഴിഞ്ഞാണ്. പക്ഷേ 10-20 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കുറേ കുട്ടികൾക്ക് പഠിക്കുവാനും ജീവിതത്തിൽ ദിനചരി എന്നുള്ളത് ഒരു പ്രാർത്ഥനയോടുകൂടി ജീവിതം തുടങ്ങുവാനും അത് മഹാഗുരുവിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് ഇന്ന് ഈ പ്രദേശത്ത് ഏറ്റവും വളരെ പ്രകൃതി മനോഹരമായ ഈ പ്രദേശത്ത് ഇത്രയും നിറഞ്ഞ ആളുകൾ, ഇന്നൊരു 100-200 ആളുകളൊക്കെ രാവിലെ തന്നെ 8 മണിക്ക് തുടങ്ങി. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം പാവപ്പെട്ടവരെന്നോ പണക്കാരനോ ഇല്ലാത്ത മാറ്റത്തിൽ അവർക്കും അവരുടെ വിദ്യാഭ്യാസം നേടി കുടുംബങ്ങൾ നല്ല ഐശ്വര്യത്തിൽ വളരുവാനും ഈ ഗുരു കാണിച്ച ഈ കേരളത്തിൻ്റെ ഏറ്റവും കേരളത്തിൻ്റെ പിന്നോട്ട് തിരിഞ്ഞു നോക്കി അറിയാം എന്താണ് ഈ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ഒരു ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഒരു ചെറിയ സ്റ്റേറ്റാണ് കേരളം. ആ കേരളത്തിൽ ഏറ്റവും കൂടിയ വിദ്യാസമ്പന്നരുണ്ടാകും. കാരണം ഗുരുദേവർക്ക് നല്ല ആചാര്യങ്ങൾ, ആ ഗുരുദേവൻ കൊടുത്ത ഗൈഡൻസാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയ ഈ കാണുന്ന എല്ലാ പ്രസ്ഥാനത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചാണ്. അത് വളരെ സന്തോഷമുണ്ട്. ബാലേട്ടൻ അവർകൾ പുതിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിട്ടുള്ള സുരേഷ് പൈങ്കണ്ണൂർ, മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എല്ലാവരും ഇന്ന് വിഷു ദിനത്തിൽ ഗുരുദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ ആത്മസമർപ്പണം ചെയ്യുന്നതിനും വേണ്ടി എല്ലാവരും ഒത്തുചേർന്നതാണ്. എല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ നല്ല വിഷു ആശംസകൾ അർപ്പിക്കുന്നു. മലയാളികൾ വിഷു ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. അതിൻ്റെ പ്രാധാന്യം കണ്ടുകൊണ്ട് തന്നെ തിരൂർ SNDP യൂണിയൻ ഒരു കുടുംബ പ്രാർത്ഥന നടത്തി. അതുപോലെ തന്നെ വിസ്കൈനാട്ടം, എല്ലാ വർഷവും നടത്തുന്ന വിസ്കൈനാട്ടം അതിവിടെ നടത്തി. അതുപോലെ തന്നെ എല്ലാ ശാഖയിൽ നിന്നുള്ള കുടുംബാംഗങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്നു. നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെച്ചു. എല്ലാ വർഷവും നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാ ആശംസകളും നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും വിശ്വാസംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 18 വർഷത്തോളമായിട്ട് തിരൂർ SNDP ഇവിടെ എല്ലാ വിഷുവിനും പ്രാർത്ഥന സംഘടിപ്പിക്കാറുണ്ട്. ഇന്നും വളരെ നല്ല രീതിയിൽ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 150ഓളം ആളുകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കാളികളായിട്ടുണ്ട്. ഐശ്വര്യവും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ വിഷു ദിനത്തിൽ ഗുരുദേവനാമത്തിൽ ആശംസിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ചുറ്റുപാടിലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് വന്നിരിക്കാൻ, കുറച്ച് സമയം ശുദ്ധവായു ശ്വസിച്ച് വന്നിരിക്കാനുള്ള ഒരു ആസ്ഥാനം ബാലേട്ടൻ ഉണ്ടാക്കി തന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശയവിനിമയത്തിലൂടെ മാത്രമേ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ആശയവിനിമയം നടത്താനുള്ള ഒരു വേദിയാണ് SNDP യോഗം തിരൂർ യൂണിയൻ എന്നും ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ഈ വിഷുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കാളികളാവാൻ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സംഘടന കൊണ്ട് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും ഉത്ബോധനം ചെയ്ത മഹാഗുരുവിൻ്റെ ആ വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തിരൂർ SNDP എക്കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവ്വരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠാനത്തിൽ ഗുരുദേവൻ പറഞ്ഞത്. ഈ രണ്ട് ആശയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തിരൂർ SNDP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും അതിഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ വിഷു ആഘോഷിക്കുന്നത്. തുടർന്ന് ഗുരുപൂജയും പ്രസാദ വിതരണവും നടത്തി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്.
2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ, വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്, കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.